അവിടെ ഏത് സ്ഥാപനത്തിലായിരുന്നെന്ന്? അവിടെ ഒരു തോട്ടത്തിന്റെ MD ഞാനായി. ജാഗ്യപട്ട് കമ്പനി അല്ലേ ഇത്? അതെ. അവിടെ എന്തായിരുന്നു? MD മാനേജിംഗ് ഡയറക്ടർ? മാനേജർ മാനേജർ അല്ല, മാനേജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർവൈസർ. ഫുൾ ടൈം മാനേജറിനോട് കാണും. സൂപ്പർവൈസർ അല്ലേ? സൂപ്പർവൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂപ്പർവൈസറിന്റെ കൂടെ ഫുൾ ടൈം നടക്കുന്ന വാച്ചർ. അവിടുത്തെ വാച്ചർമാരെ, ഐ മീൻ സെക്യൂരിറ്റികളെ സപ്ലൈ ചെയ്യുന്ന ഞങ്ങളുടെ ഏജൻസിയാണ്. വാച്ചർ എന്ന് പറഞ്ഞാൽ തോട്ടപ്പണിയായിരുന്നു, നാട്ടിക്കരുത്. എന്താ നിന്നെ പോലുള്ള ഹൈല് ഉണ്ടായിപ്പുകളെ. ജവഹർ കോളനിയിൽ ബോബൻ ഒരു സ്ഥാപനം തുടങ്ങുന്നു. തങ്കപ്പനായിരിക്കും അതിന്റെ ഫുൾ ചുമതല. ഇതെന്താണെന്ന് സാറിന് മനസ്സിലായോ? ഇല്ല. മായ്ക്ക് മനസ്സിലായോ? കാർത്തിയനമ്മയ്ക്ക് മനസ്സിലായോ? സാറിന് മനസ്സിലായോ? ആ, ഇതാണ് ഒറിജിനൽ അറബ്. ഹലോ, സർ. ഓക്കെ സർ. ഈശ്വര, എല്ലാം പൊളിഞ്ഞു തന്നെ. ഡബിൾ ബിയുടെ യഥാർത്ഥ MD, ഈ വീടിന്റെ ഒറിജിനൽ ഹൗസ് ഓണർ. പണ്ടാരടങ്ങ അങ്ങേരെന്നെ കൊലയ്ക്ക് കൊടുക്കാനാണ് വരുന്നത്. ഒരു ഫാമിലി ഇവിടെ താമസിക്കുന്നെന്ന് അറിഞ്ഞ അങ്ങേരെന്നെ കൊല്ല വിളിക്കും. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഐഡിയയിലേക്ക് ഒന്ന് വിളിച്ചു നോക്കിയാലോ? കിട്ടിപ്പോയി. അശോകനെ ഫാമിലിയെയും ഊട്ടിയിലേക്കോ കൊടൈക്കനാലിലേക്കോ പറഞ്ഞു വിടാം. അത് മതി. ഹലോ, ഇവിടെ വന്ന് കിടക്കാണല്ലേ അശോക? നമുക്ക് ഊട്ടി പോവാം. ഊട്ടിയിലേക്കോ? അല്ലേ കൊടൈക്കനാൽ? പോയേ പറ്റൂ. എന്തിന്? സ്ഥലം കാണാൻ. പെട്ടെന്ന് ഞാൻ അങ്ങനെ കിടന്നപ്പോ ഊട്ടിയെ സ്വപ്നം കണ്ടു. നിങ്ങളെല്ലാരെയും ഞാൻ ഊട്ടി കൊണ്ടുപോയേ അടങ്ങും. എന്തിന്? എന്തിനാ സാധാരണ എല്ലാരും ഊട്ടി പോകുന്നേ? പറഞ്ഞ അനുസരിച്ചാ മതി. ഊട്ടി പോണം. മായയെ വിളിച്ച് കാര്യം പറയണം. ഞാൻ വണ്ടിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് വണ്ടി എത്തും. മായയെ വിളിക്ക്. അത് പിന്നെ ഞാനും മായായിട്ട് ചെറിയൊരു സൗന്ദര്യപ്പണ. ഈ ശോഭയിൽ ഇങ്ങനെ മലന്ന് ഒറ്റയ്ക്ക് കിടക്കുന്ന കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന്. ഇതൊക്കെ നമുക്ക് പിന്നെ ഒരു ദിവസം പ്ലാൻ ചെയ്യാന്ന്. അത് പറ്റില്ല. നിങ്ങൾ തമ്മിലുള്ള പിണക്കം തീർക്കാൻ എന്തുകൊണ്ടും ഈ ഊട്ടി യാത്ര അത്യുഗ്രനായിരിക്കും. അശോക, മായ വിളിക്ക്. ഞാൻ പറഞ്ഞെന്ന് പറ. വിളിക്കാനല്ലേ പറഞ്ഞത്? ഞാനല്ലേ വിളിക്കുന്നത്. മായേ, മായേ, മായേ. എന്താ? ഊട്ടിയിൽ പോണം നാളെ രാവിലെ. ഊട്ടിയിലോ? അതേ പെങ്ങളെ, അശോകൻ പറഞ്ഞപ്പോഴാ ഞാൻ ഈ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കിയത്. നിങ്ങൾ തമ്മിൽ പിണക്കത്തിലാണല്ലേ? ആ പിണക്കം തീർക്കാൻ എന്തുകൊണ്ടും നല്ലതാണ് ഈ ഊട്ടി യാത്ര. വേഗം ഒരുക്കം തുടങ്ങിക്കോളൂ. രാവിലെ 7 മണിക്ക് വണ്ടി വരും. അശോക, ഹാളിൽ നല്ല മഞ്ഞുണ്ട്. അശോക മുറിയിലേക്ക് ചെല്ലു. ചെല്ല്. ചെല്ലല്ലേ പറഞ്ഞത്? ഹലോ, കണ്ണപ്പ ട്രാവൽസ് അല്ലേ? ഒരു വണ്ടി അറേഞ്ച് ചെയ്യണമായിരുന്നു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷന് താഴെയുള്ള ഹിന്ദി വരും. അതെ, ആയിക്കോട്ടെ. AC വേണം, AC വേണം. സ്ക്വാഡ് ആയാലും മതി. എന്ത്? സ്കോർപിയോ? ഓക്കെ, AC ആയിരിക്കണം. കാരണം ഊട്ടിയിലേക്കാണല്ലോ ട്രിപ്പ് പോകുന്നത്. ഓക്കെ, ശരി. ഓക്കെ. ഇത് അടയ്ക്കാനും പറ്റുന്നില്ലല്ലോ. പാക്കിംഗ് ഒക്കെ മതി. സമയായി, ഊട്ടി പോണ്ടേ?
കാർത്തിയനിയമ്മ ഊട്ടി പോയിട്ടുണ്ടോ? ഇല്ല മോളെ, കൊറേ നാളായിട്ട് വിചാരിക്കുന്നു ഊട്ടി പോയെന്ന് കുളിച്ചു കൊള്ളണം. എന്റെ അമ്മച്ചിയെ ഊട്ടിയിലോ കൊടൈക്കനാലിലോ എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ഞാൻ കുളിച്ചു തൊടിപ്പിക്കാം. ആ പക്ഷെ എടുപിടി എന്നുള്ള ഈ യാത്ര വേണ്ടായിരുന്നു. ശ്ശെ, എന്റെ അശോക, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു കൂളിംഗ് വേണ്ടേ? ആ ദേ കാറ് വന്നു തോന്നുന്നു, ഞാൻ നോക്കിയിട്ട് വരാം. കർത്താവേ, ജോജി കമ്മിറ്റി. താനെന്താ ഈ ബാഗൊക്കെ ആയിട്ട്? അല്ല, ഞങ്ങൾ പിക്ക് ചെയ്യാൻ എയർപോർട്ടിലേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. അതിന് ഈ പെട്ടിയും പ്രമാണങ്ങളൊക്കെ എന്തിനാ? എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഹോട്ടലിൽ ഇറങ്ങി വിശ്രമിച്ചിട്ട് പോവാന്ന് കരുതി, അത്രേ ഉള്ളൂ. അതിന് ഈ എയർപോർട്ടിലേക്ക് 2 മണിക്കൂർ യാത്ര പോലും അത്രേ ഇല്ലല്ലോ. ഉള്ളൂ. പക്ഷെ 5 മിനിറ്റ് വിശ്രമിക്കുന്നത് തെറ്റില്ലല്ലോ. ആ, ഇവരൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരാ. എയർപോർട്ടിലേക്ക് പോണെന്ന് അറിഞ്ഞപ്പോ ഒരാഗ്രഹം കൂടെ വന്നു, അത്രേ ഉള്ളൂ. അല്ല, ഈ അയൽവക്കക്കാരൊക്കെ ആയിട്ടാണോ എയർപോർട്ടിലേക്ക് വരുന്നത്? അല്ലല്ല, അവരെ പ്ലെയിൻ ഇതുവരെ കണ്ടിട്ടില്ല. ആരാ ഇത്? അശോക, ഇതാണ് ഏറ്റവും കാർഡ്. ആവശ്യത്തിന് അനാവശ്യത്തിനും ഒക്കെ പൈസ എടുക്കാം. മനസ്സിലായില്ല. സോറി അശോക, എനിക്കൊന്നും സമയമില്ല. നിങ്ങൾ ഊട്ടിയിലേക്ക് പൊക്കോ, ഞാൻ പിന്നാലെ വന്നേക്കാം. ഇതെനിക്ക് ഗൾഫിൽ വേണ്ടപ്പെട്ട സുഹൃത്താ. എന്താ മോളെ? പാവാ. ഗോപാ, ആ, ആ, ഇവരൊക്കെ ആരാന്ന് പറഞ്ഞ? ഞാൻ പറഞ്ഞില്ലേ, ഒരു അമ്മയും മകളും. ആ കൂടെ ഉള്ളത് ഒരു വിടനായ കാമുകനാ. അപ്പൊ ആ കുട്ടിയോ? അതാ വയസ്സായ സ്ത്രീയുടെ ഇളയ മകളാ. 1 വയസ്സ് പ്രായം വരും. പാവങ്ങളാ. ഇവർക്കോ? ആ. ഈ മുതു കിളവിക്കോ? 1 വയസ്സായ കൊച്ചാ? വരൂ, അകത്തേക്ക് വരൂ. നമുക്ക് ഊട്ടിയിലേക്ക് പോവാം. അയാൾ വരുന്നെങ്കിൽ വരട്ടെ. വേണ്ട, ബോബന്റെ അതിഥി വന്ന സ്ഥിതിക്ക് നമ്മൾ പോകുന്നത് ശരിയല്ല. ബോബനും കൂടി വരട്ടെ. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കണം, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. ഇതെന്താ ഇങ്ങനെ? ശരിക്കും നിങ്ങൾ എല്ലാരും കൂടി എങ്ങോട്ട് പോകാൻ ഇറങ്ങിയതാണ്? എന്നോട് സത്യമായ കാര്യങ്ങൾ മാത്രമേ പറയാവൂ. എയർപോർട്ടിൽ എന്നെ വിളിക്കാൻ വേണ്ടിട്ടാ? അതായത് ബോസ്, താഴെ വെച്ച് കണ്ടവർ വെറും സുനാമികളാ. അല്ല, സുനാമിയിൽ വീട് നഷ്ടപ്പെട്ടവരാ. താൻ അവർക്ക് വീട് വെച്ചു കൊടുക്കാന്ന് പറഞ്ഞു. അയ്യോ, അങ്ങനെയൊന്നുമില്ല സാർ. താൻ ആരോട് ചോദിച്ചിട്ടാ ഈ കോട്ട് സൂട്ടും ഒക്കെ എടുത്ത് കയറ്റിയത്? അത് ഞാൻ ചുമ്മാ തമാശക്ക്. അങ്ങനെ തമാശ വേണ്ട. എല്ലാം താൻ കംപ്ലീറ്റ് ഊരി മാറ്റണം ഇപ്പൊ തന്നെ. വേഷം കണ്ടാൽ താൻ മുതലാളിയും ഞാൻ വേലക്കാരനുമാണെന്ന് ആരും കരുതരുത്. ആ തമാശ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. താനല്ല, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വാച്ചറുടെ സ്ഥാനത്ത് നിൽക്കണം. നിൽക്കാം സാർ. അതുപോലെ താഴെ നിൽക്കുന്നവരെയെല്ലാം ഇപ്പൊ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം. ഇതെന്റെ ഒരു ഫൈനൽ ഡിസിഷനാണ്. അവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റണം. വേണമെങ്കിൽ ആ സുന്ദരിയായ പെൺകുട്ടി അവൾ ഇവിടെ നിന്നോട്ടെ. 2 മാസം പ്രായമുള്ള ആ കുഞ്ഞിനെ പ്രസവിച്ച ആ കിഴവി തള്ളയെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞോളണം. മസിലും പെരുക്കി ആ വെളുത്തു കൊടുത്തിരിക്കുന്ന ചീമപ്പന്നിയെ പോലുള്ള കാമുകനുണ്ടല്ലോ, അവനിവിടെ കണ്ടുപോകരുത്. അവനെവിടെ കണ്ടുപോകരുത്. ആ, അത് ഞാൻ നേരിട്ട് പോയി പറയണോ? വേണ്ട, എന്നാ ചെല്ലേ, ഞാൻ പറഞ്ഞോളാം. ആ, കണ്ടുപോകരുത്. ഓക്കോ? കണ്ടുപോകരുത്. ആ അശോക, വേഗം ഊട്ടിലേക്ക് വിട്ടു. അതിന്റെ ആവശ്യം? വന്ന വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു. അതൊക്കെ പോട്ടെ, കൂട്ടുകാരൻ എന്ന് പറഞ്ഞൊരു കഷണ്ടിത്തല മേലോട്ട് പോയല്ലോ, അവൻ ആരാ? ഒന്നും പറയണ്ട. പറയാതിരുന്നാ ഞങ്ങളെങ്ങനെ അറിയും? ഞാൻ ചോദിക്കാം, അവൻ ആരായിരുന്നാലും എനിക്ക് പേടിയൊന്നുമില്ല. അവന്റെ ഒരു നോട്ടോ ഒരു ഭാവവും സത്യമായിട്ടും പോവാ നിന്റെ കൂട്ടുകാരനായി പോയോണ്ടാ, അല്ലെ അടിച്ചവനെ ഷേപ്പ് ചെയ്യാൻ മാറ്റി തന്നെ. മൂശേട്ടാ, ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ അറിയാം അവൻ ആളൊരു ഗജ ഫ്രോഡാണെന്ന്.
ഞാനും അയ്യോ അയ്യോ വേണ്ട അശോകേട്ടാ, ഇങ്ങോട്ട് വാ. വേണ്ടാന്ന്. ദേ, നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, അവന്റെ കാര്യം ഞാനേറ്റ്. കൂടിപ്പോയ ഒരു അര ദിവസം എനിക്ക് തന്നാ മതി. അല്ലല്ല എനിക്ക് അവനോട് രണ്ട് വർത്തമാനം അശോക് സാറേ, വേണ്ട, വേണ്ട. അശോകേട്ടാ, ഇങ്ങോട്ട് എന്നോടാ പറഞ്ഞത്? ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങോട്ട് വാ. ഓ, ഇങ്ങ് മാറി, എനിക്ക് അവനോട് സംസാരിക്കണോ ഞാൻ ഒന്ന്? അവിടെ ഇരി. അശോക, അച്ഛൻ അവിടെ ഇരിക്കാൻ. അടങ്ങിയിരിക്കണം. ഞാൻ പിടിച്ച് തള്ളുന്നു. അശോകേട്ടാ, ഏയ്, എടാ, അശോക, പറയുന്നത് കേൾക്കണം. ഞാനല്ലേ പറഞ്ഞു, അവിടെ ഇരിക്കും. ഞാൻ സംസാരിച്ചിട്ട് വരാം. ആ. ഛെ, എന്താ പ്രശ്നം ഇവിടെ എന്നാ ചോദിച്ചത്? ഏ? കുട്ടി, ആ കാമുക കാപാലികൻ കുട്ടിയെ ഉപദ്രവിക്കാൻ വന്നു. ഇനിയും അവൻ ഉപദ്രവവുമായിട്ട് വന്നാൽ ദാ ഈ എന്നോട് ഒരു വാക്ക് പറഞ്ഞാ മതി, ഞാൻ അവനെ ചുട്ടുപറത്തും. ഉം. അമ്മച്ചിയുടെ 2 മാസം പ്രായമായ കുഞ്ഞിനെ അമ്മച്ചി സൂക്ഷിക്കണം. ആ, അത് ശരി, വട്ടാണല്ലേ? എന്നാ ഞാൻ ചികിത്സിക്കാം. എന്താ? സാർ ഇങ്ങോട്ട് വന്നേ. അവര് പറഞ്ഞ മനസ്സിലായില്ലേ? അവർക്ക് വട്ടാണെങ്കിൽ അവര് നോക്കോളാന്ന്. ആ. അത് ശരി, എന്തായാലും ശരി. ഇനി അവൻ എന്റെ കണ്ണും വെട്ടത്ത് കണ്ടുപോകരുത്. ആ. സാർ ഇത് ഇങ്ങോട്ട് പോകുന്ന അതിലേ വഴി. ആ. ഇല്ല, ഞാൻ വാ. അത് വഴിയാണ്. ഇതാണ് ശരി. മോളെ, ഇത് മൂത്ത വട്ട, സൂക്ഷിക്കണം. അങ്ങനെയൊക്കെ. ആ, ചിരിച്ച് ചക്കരക്കുട്ടി എന്താ? അവരെവിടെ? ആ വട്ടനും കൂട്ടുകാരനും പുറത്തോടെ പോയിരിക്കുക. അയാളെ ഇങ്ങനെ കറങ്ങി നടക്കാൻ അനുവദിക്കാതെ വല്ല ഭ്രാന്താശുപത്രിയിലും കൊണ്ടുവന്ന് കാണിക്കാൻ പറ. എന്ത് ഭ്രാന്ത്? 2 പെട കിട്ടാത്തതിന്റെ കുറവാ. കൈവാക്കിന് വന്ന് നിന്നാ മിക്കവാറും ഞാൻ തന്നെ പൊട്ടിക്കും അവന് 2 ഉം. ആ അശോകേട്ടാ, പുറത്തു പോവുകയാണെങ്കിലേ ദാ മോക്ക് ഈ മരുന്നോട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കണം. ആ, ഇടിക്കേ. ഇവിടെ ചാച്ചൻ്റെ ഇല്ല നമുക്ക്. ഏ? ആ. ഉം. ഓ. വരൂ സാർ. അശോകനകത്തുണ്ടല്ലോ. ഇല്ല, ഇപ്പൊ പുറത്തു പോയതേ ഉള്ളു. അവൻ ഇപ്പോഴും ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലേ? അത് പിന്നെ കറക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടില്ലേ ഞാൻ, അവൻ ഇനി മേലിൽ ഈ വീട്ടുമുറ്റത്ത് കാലുകുത്തരുതെന്ന്. നിങ്ങൾ പേടിക്കണ്ട, മോൾക്കൊരാപത്ത് സംഭവിക്കില്ല. എല്ലാറ്റിനും ഞാനുണ്ട് കൂടെ. എന്തിന്? എന്താടോ? അല്ല അശോകനെ, അവന് നേരത്തെ പിരിയൽപ്പ ലൂസാണെന്ന് പറയായിരുന്നു ഞാൻ. അത് പതിയെ പറയേണ്ട കാര്യമാണോ? അവന് വട്ടല്ലേ? നല്ല വിശപ്പ്. ഭക്ഷണം റെഡിയല്ലേ? റെഡിയാ. മോളോട് ഭക്ഷണം വിളമ്പി വെക്കാൻ പറയൂ. മോളെ കയ്യിൽ നിന്ന് തന്നെ വിളമ്പിത്തരാ. നിർത്ത്. എന്താ ഇത്? വറുത്തരച്ച മീൻകറി. ഇത് മീൻ കറിയോ? ഞാൻ കരുതി ഇഞ്ചിക്കറിയാണെന്ന്. നോക്ക്. എന്തു തോന്നുന്നു? ഇഞ്ചിക്കറി. ആ, ഞാനേ 8-9 ഹോട്ടൽ നടത്തുന്ന ആളാ. ദുബായിലും തമിഴ്നാട്ടിലും കേരളത്തിലും ഒക്കെ ആയിട്ട്. ഇതൊരു കറിയേ അല്ല, പിന്നെ രസായനം.
മീൻകറി പോലെ വെക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. എവിടെ? കിച്ചൺ എവിടെ? കമോൺ. വണ്ടി എടുത്തടോ, വണ്ടി എടുത്തടോ, എന്താ സാർ? വണ്ടി നിർത്തടോ. എന്താ സാർ? നല്ല മീൻകറിയുടെ മണം. മീൻകറിയോ? ഇത് നല്ല പാലപൂത്ത് തന്നെ മണം. അയ്യടി മണമേ, പാലപ്പത്തിന്റെ മണം കണ്ടുപിടിച്ചിരിക്കുന്ന. എടോ, ഇത് നല്ല കുടംപുളി ഇട്ട് വെച്ച പച്ച മീൻകറിയുടെ മണാടോ. പാലപ്പത്തിന്റെ മണം പോലും. പാലപ്പമല്ല, പാലപൂത്ത് തന്നെ മണമാണ്. ഒരൊറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അങ്ങനെ വരട്ടെ. അശോക് സാറിന്റെ വീട്ടിൽ നിന്നാണല്ലോ മണം വരുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? ആ കറിയിൽ എന്തോ ഒരു വക കുറവുണ്ട്. മായേച്ചി കറി വെച്ചാ നന്നായിരിക്കുന്നതാണല്ലോ. ആ, ഇതാ തള്ളയായിരിക്കും. താനിവിടേക്ക്, ഞാനൊന്ന് നോക്കിട്ട് വരാം. ഈ സാറിന്റെ ഒരു കാര്യം. അയ്യോ, ഇപ്പൊ ഇടിച്ചന്. അങ്ങോട്ട് മാറിയെന്നൂടെ? വേണ്ട വേണ്ട വേണ്ട. ദുബായിലടക്കം 5 ഹോട്ടലുകൾ നടത്തുന്ന ആളാ ഞാൻ. കറിയിലെ ചേരുവകളെ കുറിച്ച് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. ഷടാ, ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ചുവന്നുള്ളി. ചുവന്നുള്ളിയോ? അതെന്ന് ഇതില് 5 ചുവന്നുള്ളിയും 1/2 കപ്പ് തേങ്ങാപ്പാലും 1 സ്പൂൺ പഞ്ചസാരയും ചേർക്കണം. അയല മീനാവുമ്പോ അങ്ങനെ വെച്ചാലേ ടേസ്റ്റ് ഉണ്ടാവും. ഈ വെന്ത കറിയിൽ ചേർക്കാൻ? അതെ, ഈ വെന്ത കറിയിൽ തന്നെ. പാചകമൊക്കെ താൻ ഹോട്ടലിൽ പോയി ചെയ്താൽ മതി, ഇവിടെ വേണ്ട. സാറേ, നമുക്ക് അപ്പുറത്തോട്ടിരിക്കാം. അവരെന്താന്ന് വെച്ചാ ഉണ്ടാക്കട്ടെ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളല്ല ഞാൻ കഴിക്കേണ്ടത്. എന്റെ വീട്ടിൽ എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ വെച്ചുണ്ടാക്കി കഴിക്കും. എന്താ എന്താ ഇവിടെ പ്രശ്നം? മീൻകറി പോലും. മീൻകറി പോലും? ഓ, മീൻകറി. ഇതിന്റെ മണം ഈ കോർപ്പറേഷൻ മുഴുവൻ അറിയിക്കുമല്ലോ നിങ്ങള്. സർ, ഇയാൾ ഇവിടെ അടുക്കളയിൽ ജോലി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ആരുടെ? താൻ? ഞാനല്ല. എന്താ പ്രശ്നം? തന്നോടാ ചോദിച്ചത്. ഇയാൾക്ക് മീൻകറിക്കകത്ത് പഞ്ചാര ഇടണമെന്ന്. ഇതെന്താ മീനലുവയോ? നിക്ക്, കാണട്ടെ, ഞാൻ പറഞ്ഞുതരാം ഇതിലെന്താ കുറവെന്ന്. അയ്യ, ഇതെങ്ങനെ വെച്ചത്? എന്റെ പൊന്ന് സാറേ, രാവിലെ എന്നോട് പറഞ്ഞു ബോബ കുറച്ച് മീൻ വാങ്ങിച്ചോണ്ട് വരാൻ. ഞാൻ പോയിട്ട് കുറച്ച് കലുവ അയില വാങ്ങിച്ചോണ്ട് വന്നു. അപ്പൊ ആ സമയത്ത് സാറ് വന്ന നേരം കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫിഷ് മസാലയൊക്കെ മേടിച്ച് ഇങ്ങനെ പാത്രത്തിന്റെ ഇട്ട് ഇളക്കി മൊത്തത്തിൽ എടുത്ത് ഇങ്ങനെ എടുത്ത് ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നില്ലേ? എടോ, ഇങ്ങനെയല്ല മീൻകറി വെക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അരകല്ലില് ഒരു 5-6 വറ്റൽമുളക് എന്ന് വെച്ചാൽ ഉണക്കമുളക് ഇങ്ങനെ വെച്ചിട്ട് മഞ്ഞളും മല്ലിയും വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ അരക്കണം. ഇങ്ങനെ വടി അരച്ചെടുത്തിട്ട് ഒരു ചീനിച്ചട്ടിക്ക് ഇത് ചീനിച്ചട്ടി. ഈ ചീനിച്ചട്ടി ഇവിടെ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിക്കുക. എന്നിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കുറച്ച് കടുക് എടുത്തിട്ട് ഇങ്ങനെ കിട്ടാന്ന് പൊട്ടിക്കുക. എന്നിട്ട് 5 വേപ്പില ഇടുക. എന്നിട്ട് 1 കപ്പ് വെള്ളം ഒഴിക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഈ അരപ്പ് ഇടുക. അരപ്പ് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ഒരു 4 കുടമ്പുളി ഇടുക. 4 കുടമ്പുളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഈ മീൻ അങ്ങോട്ട് എടുത്തിടുക. മീൻ അങ്ങോട്ട് തിളച്ച് വരുമ്പോ പരിപ്പിരിപ്പുണ്ട്. അല്ല, വെറുതെ ഒരു ഭംഗിക്ക് നമ്മൾ പാർട്ടിയിലേക്ക് കണ്ടിട്ടില്ല, വീക്കിലില്. അതിൽ ചിക്കൻ മുകളാന്ന് പറഞ്ഞു കൊടുത്തിട്ട് അതിന്റെ മുകളിൽ 2 കമ്പെടുത്ത് ഇങ്ങനെ അതുപോലെയാണ്. വളരെ കറക്റ്റാ. അതൊന്നും പറഞ്ഞ ഈ പെണ്ണുമ്പിള്ളക്ക് മനസ്സിലായി. ശർക്കര ഇട്ടുവരെ ഞാൻ കൊഞ്ച് തീയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. കേട്ടിട്ടില്ലേ കൊഞ്ച് പായസം? സാറിന് ഈ പാചകത്തിലൊക്കെ വലിയ താല്പര്യമാണല്ലേ? എനിക്ക് ദുബായിലടക്കം 8-10 ഹോട്ടലുള്ളതാ.
സാറിനെ ഞാൻ വിളിപ്പിക്കാം. എവിടെ? അടുക്കളയിലേക്ക്? അല്ലല്ലല്ല, എന്റെ ഹോട്ടലിൽ ടേസ്റ്റ് മേക്കറായി. നമ്പർ പറയൂ. ഈ പാചകത്തിൽ ടേസ്റ്റ് ഉള്ളവരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൈ ഫോൺ നമ്പർ ഈസ് 100